ഇന്നത്തെ പത്രസമ്മേളനത്തില് നമ്മൾ ഇതുവരെ ഈ മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട് ഡിസ്കസ് ചെയ്ത ആസ്പെക്ട്സ് ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ജനങ്ങളുടെ മുമ്പിൽ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തതിന് ശേഷം ഞാൻ കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട് ആദ്യം വിജിലൻസിന് പരാതി നൽകി. വിജിലൻസിന്റെ പരാതി എടുക്കാതെ വന്ന പശ്ചാത്തലത്തിൽ കോടതിയെ സമീപിക്കുകയും അങ്ങനെ കോടതിയിൽ വാദം നടന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം അപ്പൊ ഞാൻ അതിനുശേഷം ഞാൻ അഡോപ്റ്റ് ചെയ്ത ഒരു അപ്രോച്ച് എന്ന് പറയുന്നത്, സ്വാഭാവികമായിട്ടും നമ്മൾ കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന അല്ലെങ്കിൽ കോടതി പരിഗണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കേസിനെ സംബന്ധിച്ച് നമ്മൾ പബ്ലിക് ഡൊമൈനിൽ ഡിസ്കസ് ചെയ്യാമെന്ന് പറയുന്നതിന്റെ ഒരു ഇൻഅപ്രോപ്രിയേറ്റ്നെസ് ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പിന്നീട് നിങ്ങളെ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് കാണാതിരുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും പലരും ഇനിയിപ്പോ ഇതെന്താണ് അവസാനിപ്പിച്ചത്, എവിടെയാണ് എവിടെ എത്തി നിൽക്കുന്നു എന്നൊക്കെ ചോദിച്ചിരുന്നു. അപ്പോ ഞാൻ തന്നെ അതുകൂടാതെ കഴിഞ്ഞ ദിവസം കോടതിയിലുണ്ടായ റിപ്പോർട്ടിങ്ങില് പലപ്പോഴും നിങ്ങൾ തന്നെ വേണ്ട രേഖകൾ ഹാജരാക്കിയിട്ടില്ല, അല്ലെങ്കിൽ ഹാജരാക്കാൻ കഴിഞ്ഞില്ല, അല്ലെങ്കിൽ തെളിവ് കൊടുത്തില്ല, കോടതി തെളിവ് ആവശ്യപ്പെട്ടു എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഇന്നിപ്പോ എന്റെ പക്കലുള്ള ഏറ്റവും വൈറ്റൽ ആയിട്ടുള്ള എവിഡൻസറി വാല്യൂ ഉള്ള ഇതെല്ലാം ഞാൻ നിലവിൽ കോടതിയിൽ സമർപ്പിച്ചു കഴിഞ്ഞു. അപ്പൊ അത് ഞാൻ വിചാരിച്ചു ഇത് പബ്ലിക്കായിട്ടൊന്ന് നിങ്ങൾക്ക് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നത് അപ്രോപ്രിയേറ്റ് ആയിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ടാണ് ഇന്ന് ഈ ഒരു പത്രസമ്മേളനം ഈ നിലയ്ക്ക് ഇവിടെ നടത്തേണ്ടി വരുന്നത്. ഞങ്ങൾ 3 കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞിരുന്നത്. അപ്പോ ഒരു കറപ്ഷൻ അല്ലെങ്കിൽ ഒരു വിജിലൻസ് കേസിന് അടിസ്ഥാനമായിട്ട് വേണ്ട ഒരു ലീഗൽ റിക്വയർമെന്റ് എന്ന് പറയുന്നത്, ഒന്ന് ഈ ഒരു ഫേവറിന് വേണ്ടിയിട്ട് പണം കൊടുത്തിട്ടുണ്ടാകണം, പണം റിസീവ് ചെയ്തിട്ടുണ്ടാകണം എന്നതാണ് നമ്പർ 1. നമ്പർ 2, ആ പണം റിസീവ് ചെയ്തതിന് എന്തെങ്കിലും ഫേവർ മറ്റ് പണം നൽകിയ കക്ഷിക്ക് നൽകിയിട്ടുണ്ടാകണം എന്നതാണ് ആ റിക്വയർമെന്റ്. അപ്പൊ ഇവിടെ ഞാൻ ഉന്നയിച്ചത് 3 കാര്യങ്ങളാണ്. പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയതുകൊണ്ട് മുഖ്യമന്ത്രിയുടെ സ്വാധീനം, മുഖ്യമന്ത്രി എന്ന നിലയിലുള്ള സ്വാധീനം CMRL കമ്പനിക്ക് അവരുടെ താല്പര്യങ്ങൾക്ക് അനുകൂലമായി ഉപയോഗപ്പെടുത്തി. ആ ഉപയോഗപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് പിണറായി വിജയന് പണം നൽകി എന്ന സ്റ്റേറ്റ്മെന്റ് ഉണ്ട് ഇന്റീം സെറ്റിൽമെന്റ് ബോർഡിന്റെ റിപ്പോർട്ടിൽ. അതുകൂടാതെ ആരും ഡിനൈ ചെയ്യാത്ത അഡ്മിറ്റഡ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻ പിണറായി വിജയന്റെ മകൾക്ക് കമ്പനി നേരിട്ട് നൽകിയ പണം സംബന്ധിച്ച് പബ്ലിക് ഡൊമൈനിലുള്ള കാര്യം അവർ ഡിസ്പ്യൂട്ട് ചെയ്തിട്ടില്ല. അപ്പൊ ആദ്യത്തെ ഫേവർ എന്തായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആദ്യം UDF സർക്കാരിന്റെ കാലത്ത് ഈ കമ്പനിക്ക് 4 ലീസ് അനുവദിക്കുകയും 10 ദിവസം കഴിഞ്ഞ് ആ ലീസ് മുമ്പോട്ട് കൊണ്ടുപോകേണ്ടതില്ല എന്ന് തീരുമാനിച്ച് ആ ലീസ് സ്റ്റോപ്പ് ചെയ്യുകയും ചെയ്തിരുന്നു. അതിനുശേഷം നീണ്ട ഒരുപക്ഷെ ഒരു 10-12 വർഷക്കാലം കമ്പനി ലീഗലായിട്ട് അതിനുവേണ്ടി ഫൈറ്റ് ചെയ്യുകയും കേരള ഹൈക്കോടതിയിലെ സിംഗിൾ ബെഞ്ചിലും ഡിവിഷൻ ബെഞ്ചിലും അവർക്ക് അനുകൂലമായ വിധി വരികയും എന്നിട്ടും സർക്കാരുകൾ അപ്പീൽ പോയി സുപ്രീം കോടതി അവസാനം പരിഗണിക്കുകയും സുപ്രീം കോടതിയിലെ വിധി വരുമ്പോൾ സർക്കാരിന് കേരള ഹൈക്കോടതി വിധി അംഗീകരിക്കുമ്പോൾ തന്നെ സർക്കാരിന് വേണമെങ്കിൽ ആ ഭൂമി ഏറ്റെടുക്കാനുള്ള ഒരവസരം സുപ്രീം കോടതി വിധി നൽകുകയും ചെയ്തു.